ഹായ് ആൾ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. കുറെ നേരം നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. റെക്കോർഡിങ്സ് ഓൺ ആയിട്ടില്ല. നമുക്ക് റെക്കോർഡിങ്സിന് ഭയങ്കര ആരാധകരുള്ളതാണ്. അതുകൊണ്ടാണ് റെക്കോർഡിങ്സ് മാത്രം സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് നമ്മുടെ ഹിസ്റ്ററി. സൈക്കോളജിയുടെ വളരെ ബ്രീഫ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഹിസ്റ്ററി എപ്പോഴും എന്താ പറയുക ലെങ്തി ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. സൈക്കോളജി എവിടെ റൂട്ട് ചെയ്ത് വന്നു എന്നൊക്കെ അറിയാന് അഗെയിൻ സൈക്കോളജിയുടെ ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹിസ്റ്ററി മാത്രം പറയുന്ന ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ വളരെ ചുരുങ്ങി രീതിയിലാണ് എന്ത് പഠിക്കാനുള്ളത്, നമ്മുടെ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി ഉള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് സൈക്കോളജി, അതിന്റെ പ്രൈമറി ഗോൾസ് എന്തൊക്കെയായിരുന്നാണ്. ഇനിയാണ് എവല്യൂഷൻ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി വരുന്നത്. ഒരു മിനിറ്റ്, ബാങ്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹിസ്റ്ററിയെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 4 രീതിയിലാണ് പറയുന്നത്. ഇപ്പം എന്താണ്, പുരാതന കാലം മുതൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തോട്ട്സ് ഉണ്ട്. അന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് അവർക്കത് എക്സ്പെരിമെന്റ് ചെയ്യാനോ തെളിയിക്കാനോ പറ്റിയിട്ടില്ല. അത് തെളിയിക്കപ്പെടുന്നത് വില്യം വുണ്ട് നമ്മുടെ ലാബ് ഓപ്പൺ ചെയ്യുകയും സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നത് സമയം വരെ. അപ്പം ഫിലോസഫിക്കൽ ഒറിജിൻ ആണ് സൈക്കോളജിക്ക് ആദ്യമായിട്ടുള്ളത്. പിന്നെ സൈക്കോളജിയുടെ ഏർലി ഹിസ്റ്ററി വരുന്നുണ്ട്, സൈക്കോളജിയുടെ മോഡേൺ ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്നത്തെ സൈക്കോളജി ഇപ്പൊ കണ്ടംപററി പിന്നെ വേൾഡിലാണ്, അല്ലെങ്കിൽ കണ്ടംപററി സൈക്കോളജിയാണ് കൂടുതലും ഉള്ളത്. ഇപ്പൊ ഒരു കുട്ടി നോളജ് ഇന്നേറ്റ് ആണെന്ന് വിശ്വസിച്ച ഒരു കാലമുണ്ട്. അതായത് ഒരു കുട്ടിക്ക് നോളജ് അല്ലെങ്കിൽ ഒരു മനുഷ്യന് നോളജ് കിട്ടുന്നത് ഇൻബോൺ ആണ്, നേറ്റിവിസം അല്ല, എൻവയോൺമെന്റിൽ നിന്നാണ് കിട്ടുന്നത്, എംപിരിസിസം അതുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടംപററി സൈക്കോളജി പറയുന്നത് രണ്ടും ഉണ്ട്. ഇപ്പൊ ഒരു ജനിച്ചു വീണ കുട്ടിയുടെ കണ്ണിലേക്ക് നമ്മൾ എന്ന് ഊതിയാൽ കുഞ്ഞ് കണ്ണടയ്ക്കും, അത് ഇൻബോൺ ആയിട്ടുള്ള നോളജ് ആണ്. അതേ സമയത്ത് ആ കുട്ടി അച്ഛ അമ്മ അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്നത് എന്താണ്, ആ കുട്ടി എൻവയോൺമെന്റിൽ നിന്ന് ലേൺ ചെയ്ത് എടുക്കുന്ന. അപ്പൊ ഇപ്പോഴത്തെ കേസിൽ എന്താണ്, രണ്ടും ഉണ്ട്. അപ്പം നമുക്ക് സൈക്കോളജിയുടെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് വരുന്നത് ഫിലോസഫിക്കൽ ഒറിജിൻ ആണ്. എന്താണ് ഫിലോസഫിക്കൽ ഒറിജിൻ? The root of psychology can be traced
ബാക്ക് ടു ഏൻഷ്യന്റ് ഫിലോസഫി ആൻഡ് ഏർലി സയന്റിഫിക് തോട്ട്. കേട്ടോ, സൈക്കോളജിയുടെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ട്രാക്കിംഗ് എന്നാണ്. ഏൻഷ്യന്റ് ഫിലോസഫിയും ഏർലി സയന്റിഫിക് തോട്ടും ആണ് വരുന്നത്. അതില് ഗ്രീക്കിലെ ഫിലോസഫേഴ്സ് ആണ് ആദ്യത്തെ സൈക്കോളജിസ്റ്റുകളായിട്ട് പറയുന്നത്. ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ലൈക്ക് പ്ലാറ്റോ, Aristotle explore topics related to mind, behavior and experience. കണ്ടോ, ഒരു മൈൻഡിനെയും ബിഹേവിയർ എക്സ്പീരിയൻസിനെയൊക്കെ ആദ്യമായിട്ട് സംസാരിച്ചത് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് ഒക്കെ വന്നത് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ പോലെയുള്ള ഗ്രീക്ക് ചിന്തകർക്കാണ്. Plato believed in the separation of body and mind and body, while Aristotle emphasized empirical observation and believed that knowledge comes from sensory experience. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. പ്ലാറ്റോ വിശ്വസിച്ചുകൊണ്ടിരുന്നത്, സോക്രട്ടീസിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ പ്ലാറ്റോ. പ്ലാറ്റോയുടെ സ്റ്റുഡന്റ് ആണ് അരിസ്റ്റോട്ടിൽ. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ടീച്ചറാണ് അരിസ്റ്റോട്ടിൽ. അപ്പൊ പ്ലാറ്റോ വിശ്വസിച്ചുകൊണ്ടത് മൈൻഡും ബോഡിയും തമ്മിലുള്ള സെപ്പറേഷൻ, അതായത് പിന്നെ എല്ലാ നോളജും ഇന്നേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നാണ്. അതേസമയം അരിസ്റ്റോട്ടില് എക്സ്പീരിയൻസ് വഴിയാണ് നോളജ് നമുക്ക് കിട്ടുന്നതൊക്കെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഏർലി ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫി എന്നാണ് ഒരു ഒറിജിൻ എന്ന് നമുക്ക് പറയാം. അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് റെനെ ഡെക്കാർട്ടെ. ഇത് ഡെക്കാർട്ടെ എന്നാട്ടോ വായിക്കുക. റെനെ ഡെക്കാർട്ടെ ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ഡ്യുവലിസം. ഡ്യുവലിസം എന്ന് പറഞ്ഞാൽ മൈൻഡും ബോഡിയും രണ്ടാണ്. which possessed a distinction between mind and the body. He argued that the mind and body interact but are fundamentally different substances. മൈൻഡും ബോഡിയും രണ്ടാണ്, പക്ഷെ അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു പ്രസ്താവന കൊണ്ടുവന്ന ആളാണ് ആര്? ഡെക്കാർട്ടെ. ഡെക്കാർട്ടയുടെ ഈ ഒരു പ്രസ്താവനയുടെ പേരാണെന്ത്? ഡ്യുവലിസം. മൂന്നാമത്താണ് എംപിരിസിസം. Philosophers like John Locke argued that knowledge comes from experience. കണ്ടോ, നോളജ് വരുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ്. ലോക്സ് തിയറി ഓഫ് ടാബുല റാസ. ടാബുല റാസ എന്ന് പറയുന്നത് പ്രശസ്തമായിട്ടുള്ള ഒരു തിയറിയാണ്. എന്താണ്? ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ബ്ലാങ്ക് സ്ലേറ്റ് ആണ്, അതിലെല്ലാം എഴുതി ചേർക്കപ്പെടുന്ന കുട്ടിയുടെ എക്സ്പീരിയൻസ് വഴിയാണ് എന്ന് പറയുന്നതാണ് ടാബുല റാസ. സജസ്റ്റഡ് ദാറ്റ് മൈൻഡ് ഇസ് എ ബ്ലാങ്ക് സ്ലേറ്റ് അറ്റ് ബർത്ത് ആൻഡ് ഇസ് ഷേപ്ഡ് ബൈ എക്സ്പീരിയൻസ്. അപ്പൊ ഒരു ആൻഷ്യൻ കാലം അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഒറിജിൻ പറയുകയാണെങ്കിൽ ബാക്ക് ടു ഗ്രീക്ക് ഫിലോസഫേഴ്സ് അരിസ്റ്റോട്ടിലും പ്ലാറ്റോയിൽ നിന്നാണ്. അവിടുത്തെ മിഡീവൽ പീരീഡിൽ ഡെക്കാർട്ടെയാണ് മൈൻഡും ബോഡിയും രണ്ടാണ് അവർ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ ഡ്യുവലിസം ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ എംപിരിസിസം എന്താണ്? ടാബുല റാസ, ജോൺ ലോക്ക്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ബ്ലാങ്ക് സ്ലേറ്റ് ആണ്. സൈക്കോളജി ഇപ്പോൾ സയന്റിഫിക് ആവുന്ന നോക്കാണ് നമ്മുടെ സൈക്കോളജീസ് ഏർലി ഹിസ്റ്ററി. അവിടെ എടുത്തു പറയേണ്ട പേര് വില്യം വൂണ്ട് ആണ്. ഓഫൺ കൺസിഡർ ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി. ഇൻ 1879 he established the first psychology laboratory in Leipzig, Germany, marking the formal beginning of psychology as a scientific discipline. കണ്ടോ, 1879 സൈക്കോളജി ലബോറട്ടറി തുറന്നു. അതാണ് സൈക്കോളജി ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ടുള്ള തുടക്കമായിട്ട് മാറുന്നത്. Wundt's work focused on introspection, where subjects reported their conscious experience in response to stimuli. Wundt അന്നേരം ചികിത്സാ രീതി ഒന്നായിട്ടല്ല കേട്ടോ സൈക്കോളജിനെ കണ്ടത്. ഒരു മനുഷ്യൻ അയാൾ അവിടെ തന്നെ ഇരിക്കും, അയാളുടെ ഉള്ളിൽ വരുന്ന അയാളെന്നെ റിപ്പോർട്ട് ചെയ്യും, എന്നിട്ട് കോൺഷ്യസ് എക്സ്പീരിയൻസിനെ പറ്റി പഠിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് അദ്ദേഹം സൈക്കോളജിയെ കണ്ടത്. എന്തായാലും ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റി പഠിക്കുന്ന ഒരു വിഭാഗം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് അതിലൂടെ നമ്മളെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നു സൈക്കോളജി അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ സ്കൂൾ ഓഫ് തോട്ട് ആണ് സ്ട്രക്ചറലിസം, ലെഡ് ബൈ എഡ്വാർഡ് ടിച്ച്നർ. അതായത് വൂണ്ടിനെ ശരിക്കും മനസ്സിലാക്കണം, വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആണ് ടിച്ച്നർ. വൂണ്ട് തുടക്കമിട്ട ഒരു പ്രസ്താവനയാണ് മൈൻഡിന്റെ സ്ട്രക്ചറിനെ പഠിക്കുക. സ്ട്രക്ചർ ഓഫ് മൈൻഡ്, അതായത് ബിൽഡിംഗ് ബ്ലോക്ക് പോലെ മൈൻഡ് സ്ട്രക്ചറിനെ പഠിക്കുക. അതിന് എഡ്വാർഡ് ടിച്ച്നർ, വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള എഡ്വാർഡ് ടിച്ച്നർ കൊടുത്ത പേരാണെന്ത്? സ്ട്രക്ചറലിസം. Structuralism aimed to break down mental process into most basic components. Using introspection, structuralists thought to identify the building blocks of consciousness. ഒരാളുടെ കോൺഷ്യസ്നെസ് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പോലെ പഠിച്ചെടുക്കുന്നതിനെയാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് എന്താണ്? മൈൻഡിന്റെ സ്ട്രക്ചർ പഠിക്കാം. ആ തോട്ട് കൊണ്ടുവന്നത് ശരിക്കും ആരായിരുന്നു? വൂണ്ടായിരുന്നു. വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആണ്
ടിച്ച്നറാണ് അതിന് പേര് കൊടുത്തത് സ്ട്രക്ചറലിസം. അതേസമയം തന്നെ പാരലൽ ആയിട്ട് പോയിട്ടുണ്ടോ സ്കൂൾ ഓഫ് തോട്ട് ആണ് ഫങ്ഷണലിസം. അതായത് മൈൻഡിന്റെ ഫങ്ഷനെ പറ്റിയിട്ടാണ് സൈക്കോളജി പഠിക്കേണ്ടത്. അത് ഇൻഫ്ലുവൻസ് ചെയ്ത ആരാണ്? വില്യം ജെയിംസ് ആണ്. Functionalism emphasized studying the purpose of consciousness and behavior rather than its structure. കണ്ടോ? പേർപ്പസ് അല്ലെങ്കിൽ ഫങ്ഷൻ, മൈൻഡിന്റെ അല്ലെങ്കിൽ കോൺഷ്യസ്നസിന്റെ ബിഹേവിയറിന്റെ പേർപ്പസ് ആണ് പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഇതായിരുന്നു ഫസ്റ്റ് രണ്ട് സ്കൂൾ ഓഫ് തോട്ട്. പാരലൽ ആയിട്ട് പോയതാ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം. ശരിക്കും വൂണ്ടിനെക്കാളും കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ചെയ്ത ആളാണ് പോലും ജെയിംസ്. പക്ഷെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നതോ അദ്ദേഹം ആരെയും ട്രെയിൻ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. വൂണ്ടിന്റെ അണ്ടറിൽ ഒത്തിരി പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രെയിൻ ചെയ്തിട്ടുണ്ട്. വൂണ്ടിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് ഒത്തിരി പേര്. പക്ഷെ ജെയിംസ് ആരെയും ട്രെയിൻ ചെയ്തിട്ടില്ല. ജെയിംസ് അദ്ദേഹത്തിന് ഒരു തിയറിക്ക് ഒരു പേര് പോലും അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബിഹേവിയറിന്റെയും കോൺഷ്യസ്നെസിന്റെയും സ്ട്രക്ചർ അല്ല സൈക്കോളജി പഠിക്കുന്നത്, ഫങ്ഷൻ ആണ്. Functionalists were interested in how mental process help individuals adapt to their environment. ഒരു എൻവയോൺമെന്റിനോട് ഒരാൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യും? ഇപ്പൊ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടിട്ട് ഒരു 10 പേര് ഹോസ്റ്റൽ റൂമിൽ 10 പേര് 10 രീതിയിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നുണ്ട് അല്ലെ? അതെങ്ങനെയാണെന്നൊക്കെ, അതായത് മൈൻഡിന്റെ ഫങ്ഷനെയാണ്. വില്യം ജെയിംസ് സെമിനൽ വർക്ക് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദിസ് അപ്രോച്ച്. അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. അതിലൂടെയാണ് അദ്ദേഹം ഈ ഫങ്ഷണലിസത്തിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പൊ സൈക്കോളജിയുടെ ഒരു ഏർലി ഹിസ്റ്ററി പറയുകയാണെങ്കിൽ വൂണ്ടിന്റെ എടുത്ത് പറയണം. വൂണ്ട്, ലബോറട്ടറി, അദ്ദേഹത്തിന്റെ സ്ട്രക്ചറലിസം കോൺസെപ്റ്റ്, അതായത് മൈൻഡിന്റെ സ്ട്രക്ചറിനെ പഠിക്കുക എന്നുള്ള കോൺസെപ്റ്റ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം പാരലലായിട്ട് പോയതാണ് എന്ത്? ഫങ്ഷണലിസം. ശരിക്കും നമ്മൾ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ ജെയിംസ് ആദ്യം ഒരു ലബോറട്ടറി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ ആയിട്ടൊന്നും അല്ലായിരുന്നു. അവിടെ നിന്ന് കറങ്ങി വന്നിട്ടാണ് ആര് 1879 വൂണ്ട് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ലാബോറട്ടറി, അവിടെ ഫാദർ ഓഫ് സൈക്കോളജി വൂണ്ടായിട്ട് മാറി. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇത്രയും കാര്യം ഓക്കെയാണോ? പറഞ്ഞേ. ഇനിയാണ് സൈക്കോളജിയുടെ മോഡേൺ ഹിസ്റ്ററി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡേൺ ഹിസ്റ്ററി ആണ്. സൈക്കോളജിക്ക് 3 ഫോഴ്സുകളാണ് ഉള്ളത്. ഫസ്റ്റ് ഫോഴ്സ് സൈക്കോ അനാലിസിസ് ആണ്. സെക്കൻഡ് ഫോഴ്സ് ബിഹേവിയറിസം ആണ്. തേർഡ് ഫോഴ്സ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആണ്. ആൻഡ് കറന്റ്ലി ഇപ്പൊ കോഗ്നിറ്റീവ് റെവല്യൂഷനിലാണ് ഉള്ളത്. നോക്കിക്കേ, ബിഹേവിയറിസത്തിന്റെ ഫാദർ ജോൺ ബി വാട്സൺ അല്ലെങ്കിൽ JB വാട്സൺ എന്ന് പറയും. ലേറ്റർ BF സ്കിന്നറും ബിഹേവിയറിസം ഫോക്കസ് ചെയ്തിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാല് സൈക്കോളജി പഠിക്കേണ്ടത് ഇപ്പൊ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം ആദ്യത്തെ സ്കൂൾ ഓഫ് തോട്ടാണ്. സ്ട്രക്ചറലിസം എന്താ പറഞ്ഞത്? മൈൻഡിന്റെ സ്ട്രക്ചറിനെയാണ് സൈക്കോളജി പഠിക്കേണ്ടത്. ഫങ്ഷണലിസം എന്താ പറഞ്ഞത്? ഫങ്ഷനെയാണ്, അതായത് മൈൻഡിന്റെയും ബിഹേവിയറിന്റെയും ഫങ്ഷനെയാണ്. അത് രണ്ടും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഉള്ളത് ഈ 4 എണ്ണമാണ്. ബിഹേവിയറിസം പറയുന്ന ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറിനെ പറ്റി മാത്രം സൈക്കോളജി പഠിച്ചാൽ മതി. തോട്ട്സിനെ പറ്റിയിട്ടോ ഇമോഷൻ അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെ പറ്റിയിട്ടും സൈക്കോളജി പഠിക്കണ്ട. അതായത് focused on observable behavior and diminished the study of mental process as subjective and unscientific. Mental process പഠിക്കുന്നത് സബ്ജക്റ്റീവ് ആണ്, അൺസയന്റിഫിക് ആണ്. അതുകൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറിനെ പറ്റി മാത്രം സൈക്കോളജി പഠിച്ചാൽ മതി. Behaviorists believe that behavior is learned and can be shaped by reinforcement and punishment. എല്ലാ ബിഹേവിയറും ലേൺഡ് ആണ്. അത് ഉറപ്പിക്കാൻ റീഇൻഫോഴ്സ്മെന്റും പിന്നെ ഇല്ലാതാക്കാൻ പണിഷ്മെന്റും കൊടുത്താൽ മതി. ബിഹേവിയർ ഒക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാം. JB വാട്സന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള കോട്ട് ഉണ്ട്: എനിക്കൊരു പറ്റം കുഞ്ഞുങ്ങളെ നിങ്ങൾ തരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടവരെ അവരാക്കി തരാം. പിന്നെ എഞ്ചിനീയർ വേണോ, പിന്നെ സയന്റിസ്റ്റ് വേണോ, ഞാൻ ആക്കിത്തരാം. അതായത് ബിഹേവിയർ ഷേപ്പ് ചെയ്യാം ത്രൂ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. JB വാട്സന്റെ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ആൻഡ് സ്കിന്നേഴ്സ് വർക്ക് ഓൺ ഓപ്പറന്റ് കണ്ടീഷനിങ് ആർ കീ കോൺട്രിബ്യൂഷൻസ്. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റും അതുപോലെ സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് ഒക്കെ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബിഹേവിയറിസത്തിലേക്ക്. അപ്പൊ ബിഹേവിയറിസം എന്താ പറഞ്ഞത്? ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറിനെ പറ്റി മാത്രം സൈക്കോളജി പഠിച്ചാൽ മതി. എല്ലാ ബിഹേവിയറും ലേൺഡ് ആണ്, ഷേപ്പ് ചെയ്യാം റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കൊണ്ട് എന്നാണ് ബിഹേവിയറിസം പറഞ്ഞത്. അവിടെയാണ് സൈക്കോഅനാലിസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പിന്നെ ചികിത്സാ രീതിയാണ് സൈക്കോ അനാലിസിസ്. അതായത് ഫ്രോയിഡിന്റെ തിയറിയുടെ പേരും ചികിത്സയുടെ പേരും ഒക്കെ സൈക്കോ അനാലിസിസ് എന്നാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന് വളരെയധികം പ്രാധാന്യം സൈക്കോളജിയിലുണ്ട്. അതായത് ഒരു ചികിത്സാ രീതി. ഫ്രോയിഡ് ഒരു
ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, ഞരമ്പ് രോഗ വിദഗ്ധനായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം എന്തിലേക്ക് എത്തുന്നത്? സൈക്കോളജിയിലേക്ക്. അതായത് അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് ആളുകളൊക്കെ കൊണ്ട് കൈ കുഴഞ്ഞിട്ടുണ്ടാവും, കണ്ണ് കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബോഡി ഫുള്ള് പാരാലിസ്ഡ് ആയിട്ടുണ്ടാവും. ഫ്രോയിഡ് നോക്കുന്ന സമയത്ത് ബോഡിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഫ്രോയിഡ് ചാർക്കോട്ടിന്റെ അടുത്ത് പോയിട്ട് ഹിപ്നോട്ടിസം പഠിക്കാണ്. എന്നിട്ട് ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ ഇവരെ എണീറ്റിപ്പിക്കുമ്പോൾ ഇവരെ എണീറ്റ് നടക്കുന്നുണ്ട്, കൈ പൊന്തിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായ എന്താണ്? ബോഡിക്ക് ഒരു കുഴപ്പമില്ല, ഇവർക്ക് വേറെന്തോ കുഴപ്പമാണ്. അങ്ങനെയാണ് മനസ്സിന് താങ്ങാൻ പറ്റാവുന്ന ഭാരം മനസ്സ് ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. മനസ്സിന് ശരീരത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതായത് മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശരീരത്തിലേക്ക് അത് ബാധിക്കാം. ആ തരത്തിലുള്ള ഡിസോർഡേഴ്സിന് അദ്ദേഹം പറഞ്ഞ് കൊടുത്ത പേരാണ് ഹിസ്റ്റീരിയ. നിങ്ങളുടെയൊക്കെ ചുറ്റും നോക്കിയാൽ ഹിസ്റ്റീരിക് ആയിട്ടുള്ളവരെ നമുക്ക് കാണാം. മാറാത്ത കൈവേദന, കാൽവേദന, ബാക്ക് പെയിന്, മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാതിരിക്കുക, അല്ലെ? അപ്പൊ നോക്കുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ഒരു കുഴപ്പമുണ്ടാവും. അവർ ഫേക്ക് ചെയ്യല്ല. മെന്റലി എന്തോ പ്രശ്നമുണ്ട്, അത് മനസ്സിന് താങ്ങാൻ പറ്റാതെ നമ്മൾ ബോഡിക്ക് കൊടുക്കുന്നതാണ് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. സൈക്കോ അനാലിസിസ് എംഫസൈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് അൺകോൺഷ്യസ് മൈൻഡ് ഓൺ ബിഹേവിയർ. അതായത് അൺകോൺഷ്യസ് മൈൻഡ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത് നമ്മുടെ മനസ്സിൽ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സ് ഇറേസ് ചെയ്ത് കളയും നമ്മുടെ കോൺഷ്യസിൽ നിന്ന്. അത് കൊണ്ടിട്ട് അൺകോൺഷ്യസ് കൊണ്ടിടും. അവിടെ കിടന്ന് അത് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. വിശദമായിട്ട് പറയുന്നില്ല. ഫ്രോയിഡിന്റെ ക്ലാസ് സൈക്കോസ്റ്റയുടെ ആപ്പില് ചാനലിൽ കിടപ്പുണ്ട്, കാണാർക്ക് കാണാം. ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. Freud's theory of personality development, defense mechanism, and psychosexual stages highlight the role of unconscious desire and early life experience. അതായത് unconscious desires early life ഉണ്ടാകുന്ന എക്സ്പീരിയൻസും ആണ് നമ്മുടെ ബിഹേവിയറിന് കാരണം. അത് നമ്മൾ തന്നെ ഓർമ്മകൾ അൺകോൺഷ്യസ് കിടന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഫിക്സേഷൻ കാരണമാണ് നമ്മുടെ ബിഹേവിയർ മാറുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാനസിക രോഗം വരുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പൊ ഫ്രോയിഡ് എന്താണ് ചികിത്സയിലൂടെ ചെയ്യുക? സൈക്കോ അനാലിസിസ് എന്നുള്ള ചികിത്സയിലൂടെ ഈ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ കോൺഷ്യസ് ആക്കും. സോ നമ്മുടെ രോഗം മാറും. Psychoanalytic therapy aim to bring unconscious conflict into conscious awareness through technique like free association and dream analysis. ഇനി മൂന്നാമത്തെ ഫോഴ്സ് ആണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് കയ്യും കാലും ഒക്കെ പോയി തളർന്നിരിക്കുന്നവന്റെ അടുത്ത് പോയിട്ട് സൈക്കോ അനാലിസിസും ബിഹേവിയർസും ഒന്നും വർക്ക് ചെയ്യില്ല. അവിടെയാണ് ഹ്യൂമനിസം, മനുഷ്യത്വപരമായിട്ടുള്ളത്. ആ ഹ്യൂമനിസത്തിന്റെ തിയറി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും നല്ലതാണ്, അവനായിട്ട് ജീവിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മുടെ ഉള്ളിലൊക്കെ റിയൽ സെൽഫ് ഉണ്ട്. ഇപ്പൊ ഒരു അഫ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അഫ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ജീവിക്കുന്നത്. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി, എന്റെ ഉപ്പയ്ക്ക് വേണ്ടി, എന്റെ ഹസ്ബൻഡിന് വേണ്ടി, എന്റെ മക്കൾക്ക്, അല്ലെ? മൾട്ടിപ്പിൾ റോൾസ്. അതിന് ഐഡിയൽ സെൽഫാ, സമൂഹത്തിന് വേണ്ടിയുള്ള ഞാൻ. അപ്പം റിയൽ ഞാനും സമൂഹത്തിന് വേണ്ടിയുള്ള ഞാനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ റിയൽ ആയിട്ട് എനിക്ക് ആഗ്രഹം പാറി പറന്നെടുക്കും, ഒരുപാട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്, വായിക്കാന്. പക്ഷെ ഞാനൊരു എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു ക്ലർക്കായി. ഈ ക്ലർക്ക് എന്ന് പറഞ്ഞ ജോലി അല്ല എനിക്ക് ശരിക്കും വേണ്ടത്, പക്ഷെ ഞാൻ ക്ലർക്കാണ്. റിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് തമ്മിൽ ഇൻകോൺഗ്രുവൻസ് ആണ്. കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരും എന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ പറയുന്നത്. Developed by Carl Roger and Abraham Maslow, humanistic psychology focus on personal growth, self-actualization. നമ്മളിൽ നമ്മളായിട്ട് ഇരിക്കുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രീ വിൽ. നമുക്ക് എല്ലാം ഉണ്ട് അല്ലെ? ഇപ്പൊ രാത്രി പുറത്തിറങ്ങുന്ന ഒരാള് പുറത്തിറങ്ങാനുള്ള ചോയ്സ് നമുക്കുണ്ട്. എടുക്കാം, പോവാം, പോവാതിരിക്കാം. ഇറ്റ്സ് our free will. This approach emphasizes the inherent goodness of people and their potential for personal development. കണ്ടോ, എല്ലാവർക്കും എന്താണ് ഗുഡ്നെസ് ഉണ്ട്, എല്ലാവരും നല്ലവരാണ്, എല്ലാവർക്കും വളരാനുള്ള ഉണ്ട്, വകുപ്പുണ്ട്. Roger's client-centered therapy and Maslow's hierarchy of needs are central to this perspective. റോജറിന്റെ client-centered തെറാപ്പിയും എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ് ആണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ വളരെ പ്രശസ്തമായിട്ട് നിൽക്കുന്നത്. നാലാമത്തെയാണ് കോഗ്നിറ്റീവ് റെവല്യൂഷൻ. ഈ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ആണ്. പ്രോബ്ലം സോൾവിങ്, മെമ്മറി, ഡിസിഷൻ മേക്കിംഗ്, കോഗ്നിഷൻ, തിങ്കിങ്, അതൊക്കെയാണ് ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. In 1950 and 1916, psychology experiences shift back to studying mental process, influenced by researchers in linguistics. ലാംഗ്വേജിനെ പറ്റി പഠിക്കുന്നതാണ് ലിംഗ്വിസ്റ്റിക്സ്, ന്യൂറോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ വന്നപ്പോൾ this cognitive revolution led to the development of cognitive psychology. അത് കോഗ്നിറ്റീവ് സൈക്കോളജിയിലേക്ക് വഴിതെളിച്ചു, വിച്ച് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹൗ പീപ്പിൾ പെർസീവ്, തിങ്ക്, റിമെമ്പർ ആൻഡ് സോൾവ് പ്രോബ്ലംസ്. കേട്ടോ, മനുഷ്യന്മാരെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു, റിമെമ്പർ ചെയ്യുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നൊക്കെ. കീ ഫിഗേഴ്സ് ഇൻക്ലൂഡ്. ഇനി ഈ കോഗ്നിറ്റീവ് റെവല്യൂഷനിലെ കീ ഫിഗേഴ്സ് ജീൻ പിയാഷെ ആണ്.
who studied cognitive development in children. കുട്ടികളിൽ എങ്ങനെ കൊഗ്നിഷൻ, ഒരു കുട്ടി എങ്ങനെ അമ്മ എന്നുള്ള വാക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളിൽ എങ്ങനെ കൊഗ്നിഷൻ ഉണ്ടാവുന്നൊക്കെ പഠിച്ച ആളാണ് ജീൻ പിയാഷെ. പിന്നെ അൾറിക് മെയ്സർ ആണ് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഫാദർ. അദ്ദേഹം കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന പുസ്തകം എഴുതിയിട്ടും ഉണ്ട്. അപ്പൊ 4 ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ 4 ടോപ്പിക്സ് ആണ് സൈക്കോളജീസ് മോഡേൺ ഹിസ്റ്ററിയിൽ വരുന്നത്. ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആൻഡ് കോഗ്നിറ്റീവ് റവല്യൂഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനിയാണ് സൈക്കോളജി ടുഡേ. Modern psychology is diverse, integrating various theoretical perspective and research method. It employs advanced technology and interdisciplinary approach to understand complex human behavior and mental process. Kado innathe psychology diverse aanu, ഒരുപാട് theoretical perspective research method ഉണ്ട്, interdisciplinary അങ്ങോട്ടും ഇങ്ങോട്ടും connected ആയിട്ടുള്ള social psychology cognitive psychology connected ആണ്, cognitive clinical connected ആണ്. അങ്ങനെ ഒരു interdisciplinary approach ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് മനുഷ്യ മെന്റൽ പ്രോസസും ബിഹേവിയറും മനസ്സിലാക്കാൻ. കണ്ടംപററി സൈക്കോളജി ഇൻക്ലൂഡ്സ് ഫീൽഡ്സ് ലൈക്ക്, കണ്ടംപററി സൈക്കോളജിയിൽ എന്താണ് ന്യൂറോ സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി. ഇതൊക്കെയാണ് സ്കോപ്പ് ഓഫ് സൈക്കോളജിന്റെ അണ്ടറിൽ വരിക. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുതരാം. Research use brain imaging technique, genetic analysis and computational model to study psychological phenomena. കേട്ടോ, ബ്രെയിൻ ഇമേജ് എടുത്തിട്ട് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കാറുണ്ട്, ജനറ്റിക് അനാലിസിസ് എടുക്കാറുണ്ട്, കമ്പ്യൂട്ടേഷണൽ മോഡൽസ് ഒക്കെ എടുത്തിട്ടാണ് സൈക്കോളജിക്കൽ ഫിനോമിന നമ്മൾ പഠിക്കുന്നത്. ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇത്രയുമാണ് സൈക്കോളജിയുടെ തിയറി. അപ്പൊ എങ്ങനെ ആൻസർ ചെയ്ത, ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് എഴുതാ, ഇൻട്രൊഡക്ഷൻ ആയിട്ട് പ്രൈമറി ഗോൾസ് ഓഫ് സൈക്കോളജി എഴുതിയ ശേഷമാണ് എവല്യൂഷൻ ഓഫ് സൈക്കോളജി എഴുതിയിട്ട് ഫിലോസഫിക്കൽ ഒറിജിൻ ചെയ്ത, സൈക്കോളജീസ് ഏർലി ഹിസ്റ്ററി ചെയ്ത, ആൻഡ് സൈക്കോളജീസ് മോഡേൺ ഹിസ്റ്ററി ചെയ്ത. ഇത്രയും എഴുതി കഴിഞ്ഞ് സൈക്കോളജി ടുഡേ കൂടി എഴുതിയൊരു കൺക്ലൂഷൻ ആവും. 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഫോർ എസ്സേ. ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആൻഡ് സ്കോപ്പ്. അഗെയിൻ അതിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. ഒരു 10 ഒക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോ ഇന്ന് ഇത്രയും മതി. നാളെ ഫിസിയോളജി ബയോസൈക്കോളജിയുടെ ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ എങ്ങനെ മനസ്സിലായോ? ഹിസ്റ്ററി ബ്രീഫ് ആണെങ്കിലും ഹിസ്റ്ററി മനസ്സിലായോ? ഡെപ്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സസ് അവൈലബിൾ ആക്കി തരാം, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? ഹിസ്റ്ററി ഓക്കെ ആണോ? അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതർ ഇറ്റ്സ് മിയ ഫാബുൽ നാഫി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.